നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം റിലീസ് ചെയ്യുകയുണ്ടായി. അതിന്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ എന്തിനാണ് അവരങ്ങനെ വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമുണ്ട്. ടീസറും ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു സമയത്താണ്, ഒന്നുമല്ലാത്തൊരു നേരത്താണ് ചിത്രം റിലീസ് ചെയ്തത്. ഏതാണ്ട് 7 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമയത്തൊക്കെയാണ്, ഒരു ടൈമൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇതും അങ്ങനെ അതേപോലെ തന്നെ 1.8 അങ്ങനെ എന്തൊരു ടൈമൊക്കെ വെച്ചിട്ടാണ് റിലീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ വെറുതെ അങ്ങനെ ടൈം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും. സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് തന്നെയാലും ആ ഒരു ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങളോട് ഇനി പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നിരുന്നാലും ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ഏകദേശം ഒരു 12 മണിക്കൂറിന് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. 12 അല്ല 15 മണിക്കൂറിന് ശേഷം ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു ചൂടാറിയ ചായ കുടിക്കുന്ന ഒരു ഫീലോട് കൂടി തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് തന്നെ ഏകദേശം 10-20 ദിവസത്തോളമായിട്ടുണ്ട്. ഇന്നലെ 2-3 വീഡിയോ ഇട്ടു. അതൊരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. എന്ത് തന്നെയാലും ഇനി മുതൽ എല്ലാ ദിവസവും തന്നെ വീഡിയോ ചെയ്യാനുള്ള ടൈമുണ്ട്. ഇതുവരെ കുറച്ച് തിരക്കുകളിലായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മിനിമം ഒരു വീഡിയോ എങ്കിലും നമ്മുടേതായിട്ട് വരും എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് ട്രെയിലറിന്റെ അഭിപ്രായത്തിലേക്ക് കടക്കുന്നു. അഭിപ്രായം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അഭിപ്രായം ഒന്ന് തന്നെയായിരിക്കും. ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന ഇരിപ്പിൽ തന്നെ കണ്ടു തീർക്കാവുന്ന, മീൻസ് ട്രെയിലറാണ്, ഇരുന്ന ഇരിപ്പിൽ തന്നെ കണ്ടു തീർക്കാം. എന്നിരുന്നാൽ പോലും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, ടീസറിൽ പക്ക ഒരു ഹോളിവുഡ് ടച്ച് സിനിമയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് തന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്തും കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാം തന്നെ കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഇത് എന്നുള്ളൊരു ഫീല് നമുക്ക് ട്രെയിലർ തരുന്നുണ്ട്. അതായത് ലൂസിഫർ ആയിട്ടുള്ള മോഹൻലാലിന്റെ പെർഫോമൻസും നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ എബ്രഹാം ഖുറേഷി ആയിട്ടുള്ള പെർഫോമൻസും നമുക്ക് ഇതിനകത്ത് കാണാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. എന്ത് തന്നെയായാലും ഈ പറഞ്ഞ മാതിരി ഒരു 20 ദിവസത്തിന് ശേഷമുള്ള വീഡിയോന്റെ ആ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്ഷമിച്ചു കളാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടക്കം മുതൽ തന്നെ നമ്മളെ ഗംഭീരമായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചിത്രത്തിന്റെ ഓരോരോ ഫ്രെയിമുകളും ഓരോരോ ഷോട്ടുകളും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നുള്ളത് ഈ ഒരു ട്രെയിലറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പടം നല്ലതാവുമോ ചീത്തയാവുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തിയേറ്ററിൽ കയറുന്നവരെ പിടിച്ച് കുലുക്കാൻ പാകത്തിനുള്ള ഐറ്റംസ് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടീസറിലൂടെ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് നല്ല ഹെവി ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ പറയുന്ന ബഡ്ജറ്റ്, ഇതുവരെ ബഡ്ജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പറയുന്ന ബഡ്ജറ്റ് എന്ത് തന്നെയായാലും അത് നമുക്ക് വിശ്വസിക്കാനുള്ള ഐറ്റം ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. എമ്മാതിരി ഐറ്റംസ് ഒക്കെയാണ്, നമുക്ക് ഹോളിവുഡ് സിനിമകളിൽ പോലും കാണാത്ത ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതൊരു മലയാള സിനിമയിൽ വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഇത് സിനിമ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് തന്നെയായാലും അതൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ ഈ സിനിമ തന്നെയായിരിക്കും കുറെ കാലത്തേക്ക് മലയാളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കാൻ പോകുന്നത്. ഇത്രയും ബഡ്ജറ്റ് വരുന്ന ഒരു മലയാളം പടം ഈ അടുത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പോയാലൊരു 150 കോടിക്ക് മുകളിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഐറ്റം ഉണ്ട് ഇത്. തീർച്ചയായിട്ടും ആ ഇറക്കിയ പൈസയ്ക്കുള്ള മൂല്യം നമുക്ക് ട്രെയിലറിലൂടെയും ടീസറിലൂടെയും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ടീസറിൽ കണ്ട ആ ഒരു വില്ലനെ ഇതിനകത്ത് കാണിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്ത് തന്നെയാലും ആ ഒരു വില്ലൻ ആരാണെന്നുള്ള കാര്യം ഇവിടെ ഓപ്പണായിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ വേറെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാണുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അത് വേറെ ഒന്നുമല്ല, ഇനിയിപ്പോ ടൊവിനോ തോമസ് ആണോ വില്ലൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് മോഹൻലാൽ ഈ ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ്, ദൈവപുത്രൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ടൊവിനോ തോമസിനെയാണ് എന്നുണ്ടെങ്കിൽ ടൊവിനോയാണോ വില്ലൻ, അല്ലെങ്കിൽ മെയിൻ വില്ലൻ അല്ല രണ്ടാമത്തെ വില്ലനായിട്ട് അദ്ദേഹം വരുന്നുണ്ടോ? അതുപോലെ തന്നെ വേറൊരു ഡയലോഗ് അതിനകത്ത് പറയുന്നുണ്ട്, ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു
പക്ഷെ ടോവിനോയ്ക്ക് ഒരു നെഗറ്റീവ് കഥാപാത്രമാണോ ഇതിനകത്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനേലും നമ്മൾ വെക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിനേക്കാൾ അപ്പുറമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസുകാർ തന്നെ ഈ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവർ കാര്യമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഒറ്റ അഭിപ്രായത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഈ ക്വാളിറ്റി അത് ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ ഇതിനെ മറികടക്കാൻ വേറൊരു ഐറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഹോളിവുഡ് സെറ്റപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് എന്താണ് സെറ്റപ്പ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു മലയാള സിനിമയിൽ മോഹൻലാൽ നായകനാകുന്ന ഒരു സിനിമയിൽ ഇത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് ഇതിനെ വളർത്താൻ സാധിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഹിന്ദി വില്ലന്മാരെയും ഹിന്ദി ഡയലോഗുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിലും ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ട് വേറെ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തിനേലും നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷനൊക്കെ കൊടുത്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ, പടത്തിന് പോസിറ്റീവും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അവിടെ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ OTTയിൽ റിലീസ് ചെയ്തതിനു ശേഷം ഭീകരമായിട്ടുള്ള അഭിപ്രായമാണ് നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ നിന്ന് വന്നത്. അപ്പോൾ അതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഈ ചിത്രം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനും നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം നോർത്ത് ഇന്ത്യയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ചിത്രമായിട്ട് വരികയാണ് എങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാനും ഈ സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബഡ്ജറ്റിനെ കവർ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ബഡ്ജറ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കൊടുക്കുന്ന കാശിന് മുതലാവുമോ? 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മുതലാവുമോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും മുതലാകുമെന്ന് തന്നെയാണ്. അതിനുള്ള ഐറ്റം ഇപ്പോൾ ഈ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. കാത്തിരിക്കുക. എന്നെ നിരാശനാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചുകൂടി ഈ പറഞ്ഞ മാതിരിയുള്ള എബ്രഹാം ഖുറേഷിക്കായിരിക്കും പ്രാധാന്യം എന്നാണ്, ട്രെയിലറിന്റെ കാര്യത്തിൽ പ്രാധാന്യം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എബ്രഹാം ഖുറേഷിയുടെ കഥാപാത്രത്തെക്കാൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയേക്കാൾ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ കേരളവും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയവും മറ്റേ വർമ്മ സാറിന്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിനിമയിൽ ആ ഭാഗം കുറെ കൂടുതൽ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയവുമുണ്ട്. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിഘ്നം വരുത്തുമ്പോഴാണ് നമ്മൾ സിനിമ മോശമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ശരിക്കും പ്രതീക്ഷിക്കാതെ വേണം സിനിമ കാണാൻ എന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഹൈപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കുറെ കാലമായിട്ട് മോഹൻലാലിന്റെ ഒരു നല്ല ഒരു തിയേറ്റർ വിജയം അല്ലെങ്കിൽ തിയേറ്ററിൽ കൈയടിച്ചിരുന്ന് ആഘോഷിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ വന്നിട്ട് കുറെ കാലമായി. വിജയം എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് താഴെ വന്നിട്ട് നേര് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ അതല്ല, ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു സിനിമ വന്നിട്ട് കുറെ കാലമായി സക്സസ് ആയിട്ട്. അപ്പോൾ ആ ഒരു വിഭാഗത്തിലുള്ള ഒരു സക്സസ് ഈ സിനിമയിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രെയിലറിന് 100ൽ 100 മാർക്ക് കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഷോട്ടുകൾ, അതുപോലെ തന്നെ ആ എഡിറ്റ് ചെയ്തിരിക്കുന്ന രംഗങ്ങൾ, ഇതെല്ലാം തന്നെ ഗംഭീരമായിട്ട് വച്ചിട്ടുണ്ട്. നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ഇരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.